ബാബരി മസ്ജിദിനെ NCERT +2 പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടി. നേരത്തെ ബാബരി മസ്ജിദ് എന്നെഴുതിയ ഭാഗത്ത് ഇപ്പോൾ 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്ന് മാത്രം. ബാബരി മസ്ജിദ് കർസേവകർ തകർത്തു എന്ന് വ്യക്തമാക്കുന്ന പത്രവാർത്തകളും പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ ചരിത്രം ഓരോരുത്തർക്ക് ആവശ്യമുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നതും വെട്ടുന്നതും കൂട്ടിച്ചേർക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്തേറ്റ വലിയ മുറിവ് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയിൽ ഏത് തരത്തിലുള്ള വെട്ടലാണ് വരുത്തുന്നത്? ബാബരി മസ്ജിദ് തകർത്തതാണ്, കർസേവകരാണ് അത് തകർത്തത് എന്ന് സൂചിപ്പിക്കുന്ന നിലയിലുള്ള പാഠഭാഗമായിരുന്നു 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലുണ്ടായിരുന്നത്. ഇത് 4 പേജ് ഉണ്ടായിരുന്നു. ഈ 4 പേജുള്ള ഭാഗം 2 ഭാഗമായി ചുരുക്കി എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ചില ഭാഗങ്ങൾ എടുത്തു മാറ്റുക മാത്രമല്ല ചെയ്തത്, എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ചില ഭാഗം തന്നെ സമ്പൂർണ്ണമായി എടുത്ത് അതിന് പകരം ഭാഗങ്ങൾ വെക്കുകയാണ് ചെയ്തത്. ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാബരി മസ്ജിദ് 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ്, പള്ളിയാണ് എന്ന നിലയിലുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത് രാമജന്മഭൂമി സ്ഥലത്ത് അനധികൃതമായി ഉണ്ടാക്കിയ 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്ന നിലയിലാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഇത് ഏത് കാലത്തുണ്ടാക്കി, ആരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടില്ല. പകരം ഇത് രാമജന്മഭൂമി ആയിരുന്നു, അവിടെയാണ് 3 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കിയത് എന്ന നിലയിലാണ് എഴുതി ചേർത്തിട്ടുള്ളത്. അതായത് ചരിത്രത്തിൽ എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രകാരന്മാർ എന്താണോ പഠിച്ചെഴുതി വെച്ചത് അത് പൂർണ്ണമായി എടുത്തു മാറ്റി പകരം സംഘപരിവാർ കഴിഞ്ഞ കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ വ്യാഖ്യാനത്തിലുള്ള ഈ അയോധ്യ സംഭവത്തെ അതേപോലെ തന്നെ പാഠപുസ്തകത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. 2014 ആദ്യം BJP അധികാരത്തിലെത്തിയ ശേഷം ഇങ്ങോട്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4 തവണയാണ് NCERT പാഠപുസ്തകത്തിൽ തിരുത്തും ഒഴിവാക്കലും എല്ലാം വരുത്തിയിട്ടുള്ളത്. ഈ 4ാമത്തെ തവണ അയോധ്യയെ പാഠപുസ്തകത്തിൽ നിന്ന് അയോധ്യയല്ല ബാബരി മസ്ജിദിനെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റി ദൂരേക്ക് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ. 4ാമത്തെ മാറ്റത്തിലാണ് ബാബരി മസ്ജിദിന്റെ പേരടക്കം അതിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്.